അപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ, അതിൻ്റെ ഡാഷ്ബോർഡ്, അതിൻ്റെ ടാക്കോമീറ്റർ, സ്പീഡോമീറ്റർ, അങ്ങനെ അതിനെക്കുറിച്ചുകൂടെ ഒക്കെ പറയണമെന്ന് കരുതിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പം തന്നെ ഇതൊരു ഭയങ്കര ലെങ്തി ആയി. എനിക്ക് ഒത്തിരി ലെങ്തി ഇടുന്നതിനോട് താല്പര്യമില്ല, കാരണം നിങ്ങൾക്ക് ബോറടിക്കരുതല്ലോ. അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. നെക്സ്റ്റ് വീഡിയോ എന്തായാലും അതിനെക്കുറിച്ച് തന്നെ, കാരണം അതും നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ എന്താണെന്നും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളൂ. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ തുടക്കക്കാർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് കുറച്ച് മനസ്സിലാക്കുക, എന്നിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട്, ഇതൊക്കെ പഠിച്ചത് കൊണ്ടോ എഴുതി വെച്ചത് കൊണ്ടോ ഒന്നും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. വണ്ടി നിങ്ങൾ എടുത്ത് നിങ്ങൾ പതുക്കെ പതുക്കെ ഓടിച്ച് മാത്രമേ പഠിക്കാൻ പറ്റൂ. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും അത് മാത്രമേ ഉള്ളൊരു മാർഗം. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ചെയ്യണം. പതുക്കെ ഓടിക്കുക, ആരോഗ്യം ശല്യപ്പെടുത്താത്ത രീതിയിൽ. രാത്രിയാണെങ്കിൽ പോലും ആവശ്യകത നമ്മുടേതാണ്, മാർഗങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തിയണം. അപ്പോൾ അങ്ങനെ കണ്ടെത്തി നിങ്ങൾ തന്നെ പഠിച്ചെടുക്കുക. അങ്ങനെ പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റും, നേടാൻ പറ്റണം.